ഇന്നത്തെ എൻ്റെ വീഡിയോ ബാംബർഗിലെ കാഴ്ചകളാണ് കേട്ടോ. വൺ ഡേ ടൂറൊക്കെ നടത്താൻ പറ്റിയ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ബാംബർഗ്. ബാംബർഗ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ റിവർ വ്യൂസ് ആണെങ്കിലും സീനറി ആണെങ്കിലും പിന്നെ ബിയർ ഗാർഡൻ ആണെങ്കിലും എല്ലാം കൊണ്ടും വളരെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. റെഗ്നിക്സ് റിവറാണിത്. ഈ വരുന്നതാണ് റിവർ ബർച്ച്. ക്രൂസ് ഷിപ്പൊക്കെ പോലെ കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. ഭയങ്കര ലെങ്ത്താണ് ഇതിന്. ഇതിൻ്റെ പേരെനിക്കറിയില്ലായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാർഗോ ക്രൂസ് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബാംബർഗ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇതിൻ്റെ പേര്. റിവർ ബർച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മളിവിടെ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ ഈ റിവർ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടി നടക്കുമ്പോഴാണ് ഇവിടുത്തെ റിവർ സൈഡിലുള്ള വീടുകളൊക്കെ കാണാൻ പറ്റുന്നത്, അപ്പാർട്ട്മെൻറ്റ്സ്. ഈ റിവറിൻ്റെ രണ്ട് സൈഡുമായി നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഇതൊക്കെ വളരെ പഴയ വീടുകളാണ്. മരമൊക്കെ പഴകിയത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല ജനലുകളുടെ ഇരുമ്പുകളൊക്കെ തുരുമ്പിച്ച് വളരെ മോശാവസ്ഥയിലാണ് ഇപ്പോൾ കാണുമ്പോൾ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു തോണിയുണ്ട്. ഈ തോണി എന്ന് പറയുമ്പോൾ 60 യൂറോ മറ്റോ ആണ് ഇതിൻ്റെ ചാർജ്. ഇവിടെയുള്ളവർക്കൊക്കെ തോണി കാണാത്തവരായതുകൊണ്ട് ഇവർ തോണി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു രാജകീയ ഒരു പ്രൗഢിയുള്ളൊരു തോണിയാണ് ഇത്. പെർ പേഴ്സൺ അവറിന് 60 യൂറോ മറ്റോ ചാർജ് ചെയ്യുന്നുണ്ട്. 2 hours ആണെങ്കിൽ 120 ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി ഇതിൽ പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. കാണുമ്പോൾ നമുക്ക് എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഇതിൽ കയറുന്നതെന്നൊക്കെ വിചാരിക്കുമെങ്കിലും പക്ഷേ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് തുഴഞ്ഞു പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങോട്ടാണ് ആ തോണി തുഴഞ്ഞു വരുന്നത്. ഇത് വളരെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കത് പകർത്താൻ പറ്റില്ല. അത്രയും സൂപ്പറാണിത്. റിവറിന് എത്രമാത്രം നന്നായിട്ടാണെന്നറിയോ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു നിമിഷം നമ്മുടെ നാട്ടിലുള്ള റിവറിനെയൊക്കെ ഞാൻ ആലോചിച്ചു പോയി. ഈ കാണുന്നതാണ് ബിയർ ഗാർഡൻ. ഇവിടെ ഇന്ന് സമ്മർ ആയതുകൊണ്ടും നല്ല സണ്ണി ഡേ ആയതുകൊണ്ടും ഭയങ്കര തിരക്കാണ്. ഇവിടെ അകത്തൊന്നും കയറാൻ പറ്റില്ല. എല്ലാവരും പുറത്ത് നിന്ന് തന്നെ ബിയർ കഴിക്കുന്നുണ്ട്, ഗ്ലാസ് എടുത്ത് പുറത്ത് കൊണ്ടുവന്ന്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ഒരു ബിൽഡിങ്ങിലോട്ടാണ്. ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ പഴക്കമുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് വശങ്ങളിലൂടെയും റെഗ്നിസ് റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്തോട്ട് പോകാം. നമുക്കപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ രണ്ട് വശത്തോടെയാണ് ഇത് ഒഴുകി വരുന്നുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ ഇത് തന്നെയാണ്. ഇപ്പം ഞാൻ നിന്നിട്ടുള്ളത് കൂടി ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഈ ബ്രിഡ്ജാണ് ഈ ഞാൻ നേരത്തെ കാണിച്ച ബിൽഡിങ്ങിനെ കണക്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജ്. അപ്പോൾ ഇതൊക്കെയാണ് ബാംബർഗിലെ മെയിൻ അട്രാക്ഷൻസ്. ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ന് ടൂറിസ്റ്റുകളും കൂടുതലാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കൂടി ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം.